Good morning everybody. Sunday Songathon-ലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മണി. Alongside this is me RJ Ajay. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനുഷ്യൻ. This is Marconi FM 91.6. ജീവിതം പാട്ടിലാക്കൂ. ഇവനിപ്പോൾ എൻ്റെ മകളുമായിട്ടൊരു അഫെയറില്ല. അവൾ MBBS പഠിക്കുന്നു. അവളെക്കാൾ 2 വയസ്സ് താഴെയായി ഇവൻ. രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി, പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത്. എനിക്കെൻ്റെ മകൾ. ഇന്നത്തെ കാലത്ത് 2 വയസ്സ് കൂടി പോയതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനൊരു കാരണം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല. പ്രശ്നങ്ങളുണ്ട് സാർ, പക്ഷേ ഈ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും. ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ശ്രമിച്ചു നോക്കാം സാർ. നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു 2 weeks. യെസ് സർ. കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. അവിടെ നിന്നേ. എന്താ എന്റെ ഉദ്ദേശം? ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു. ഇനി എനിക്ക് നാണം കെടാൻ വയ്യ. ഇതൊരു ശ്രമമാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം. അതിനെന്താ തെറ്റ്? സങ്കടം സർമ്മസങ്കടം. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടുന്ന് ഹൈവേ പോവാൻ അന്ന് വോക്ക്വേൽ വെച്ച് കണ്ടതല്ലേ? ഗതികെട്ട പുലി ഹൈവേ പോകാനുള്ള വഴി അറിയാം? പുല്ലു തിന്നു. നേരെ പോയി ലെഫ്റ്റ് അല്ല റൈറ്റ്. ശരി, അപ്പൊ താങ്ക് യു. പുല്ലു തിന്ന പുലിക്ക് താങ്ക്സ് ചേട്ടാ, കാണാം. സങ്കടം സർമ്മസങ്കടം. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകണ്ടേ? നീ എന്റെ ഭാഗത്തുനിന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഇത് പുതിയ ഏർപ്പാടാണല്ലോ. സ്പോഞ്ച് ഓട്ടായി പോട്ടാ. എന്തിട്ടോട്ടാ? ശോശകശം വാട്സാപ്പിലൊക്കെ വന്ന ഒരു ഫോട്ടോ. എപ്പോ നോക്കിയാലും ഒരു വാട്സാപ്പ് കുത്താണ് വെച്ചോട്ടാ. എടാ ജോസേ, നീ ആ നിപ്പ് നോക്കി, ഒരു ചാകരയുടെ മണ്ണടിക്കുന്നുണ്ട്. എവിടുന്നോ പൈസ വരുന്നുണ്ട്. ആ രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാ തെറി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാ. ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു, അതും മുസാമ്പി ജ്യൂസ് അല്ലേ? ആ, എന്തോ ചാകര മണക്കുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്താ കണക്കെഴുതിയേ. നമ്മുടെ സുദേശിയുടെ വാടക 30,000. സുദേശിക്ക് 30,000 അല്ലേ വാടക. വണ്ടിയുടെ ബുക്കും പേപ്പറും 22,000. 22,000. പെയിന്റ് കടയിലെ ചന്ദ്രന് 15,000. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് 15. പാലേരക്ക് കടയില് 3,500. പക്ഷെ ഇവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല. നന്നായി. ചേറ്റ ചന്ദ്രൻ. അത് പോട്ടെ, നീ നോക്ക്. ഇത് മാറ്റടോ. അത് ഇത്രയും കാലം രമണനായിരുന്നു, ഇപ്പൊ ഈ ചെറുക്കൻ കാരണം ഉറക്കം പോയി. എന്റെ അവസ്ഥ ഇപ്പൊ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. നമുക്കിവനെ കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ടോ? ഏറ്റവും ഇല്ലേ പൈസ വാങ്ങി ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. എടോ ശ്രമിച്ചു നോക്കാടോ. അതെ, ഞാൻ കുറെ വിളിച്ചു. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുത്തൂല്ലേ? ചേട്ടൻ പറഞ്ഞു കൊറേയൊക്കെ തീർത്തില്ലേ? ഇനിയിപ്പോ ഇങ്ങോട്ട് പോന്നൂടെ? അതെ, ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ നിന്നെ തിരികെ വിളിക്കാം. അതെ അതെ, ഒരു മിനിറ്റ്. ചോറ്റാനിക്കര അമ്മയ്ക്ക് 1 രൂപ ഒഴിഞ്ഞു വെക്കണേ. ആയിക്കോട്ടെ.